അനുഗ്രഹീതമായ മറ്റ് ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, യേശുവേ എന്നിൽ വന്ന് വാഴണം. ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അങ്ങ് എന്നിൽ വാഴുന്നു. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. താങ്ക് യു ജീസസ്. എഴുന്നള്ളുന്ന യേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്ന യേശു രാജാവാ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപവൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കാൽ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കാൽ. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. പാപങ്ങളൊഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ.
കണ്ടിടും ഞാനാ ഭവ്യമാം ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാപങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നവ്യമാം ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. നീയല്ലോ. യേശുവേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഒരു പ്രാവശ്യം കൂടെ അടിയനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുനാമത്തെ ഉയർത്തുവാൻ, ഞങ്ങളുടെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഇന്ന് അടിയൻ്റെ നാവിനെയും അധരത്തെയും അങ്ങ് ശുദ്ധീകരിക്കണേ. യേശുവേ, തിരുനാമം ഉയരണമേ, ദൈവത്തിൻ്റെ തിരുഹിതം പൂർണ്ണമാകണമേ. കേൾവിക്കാരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. വചനം ഞങ്ങൾക്ക് ഫലം കായ്ക്കേണ്ടതിന്, കർത്താവേ, 100, 60, 30 മേനി എന്നവണ്ണം കായ്ക്കേണ്ടതിന് ഒരുക്കപ്പെട്ട നിലങ്ങളെപ്പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഒരുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞും മഴയും ഇതിൻ്റെ മേൽ പെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ലക്ഷ്യം കർത്താവായ യേശുവിനെ യഹൂദനായി, യഹൂദന്മാരുടെ രാജാവായി, യഹൂദന്മാരുടെ മശിഹയായി, യഹൂദനായ മത്തായി യഹൂദ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു യഹൂദൻ്റെ രാജാവ് എന്ന ആശയമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുമുള്ളത്. അതേസമയത്ത് യഹൂദന് വേണ്ടിയുള്ള മശിഹ എന്ന ആശയവും കൂടെയുണ്ട്. അതാണ് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞത്. ഇതിനകത്തെ താക്കോൽ ആശയം യേശു യഹൂദന്മാരുടെ രാജാവ് എന്നതത്രേ. യേശു യഹൂദന്മാരുടെ രാജാവ് എന്നതത്രേ ഇതിനകത്തെ താക്കോൽ ആശയം. താക്കോൽ വാചകങ്ങളായി, താക്കോൽ വാക്യങ്ങളായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഒന്നാമത്തെ താക്കോൽ ആശയം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ദയവായി വായിച്ചാലും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ദൃഢരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. നാം പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ സുവിശേഷകനാകുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്
നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാൻ എളുപ്പമുള്ള പുസ്തകങ്ങളല്ല, വിടാവുന്ന വാചകങ്ങളല്ല ഇത് പഴയ നിയമം പോലെ ഒരു നിഴലല്ല, സംഗതികളുടെ സാക്ഷാൽ പൊരുളാകയാൽ അല്പം കൂടെ വിശദീകരണം ആവശ്യമായിരിക്കും, എങ്കിലേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ ഒന്നാമത്തെ താക്കോൽ വാക്യമാണ് നമ്മളിവിടെ എടുത്തു വായിച്ചത്. താക്കോൽ വാക്യം എന്നുള്ളത് എം.എ. വർഗീസ് തിരഞ്ഞെടുത്ത താക്കോൽ വാക്യമല്ല. അനേക വേദ പഠിതാക്കന്മാർ പഠിച്ച് അതിൻ്റെ രത്നച്ചുരുക്കത്തെ ചിലർ ക്രോഡീകരിച്ച് എഴുതി വച്ചിരിക്കുന്ന ഓപ്പൺ ബൈബിളാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിൻ്റെ ആധാരമായി എടുക്കുന്നത്. ഒരു ഡീറ്റെയിൽഡ് എഡിറ്റോറിയൽ ബോർഡ് എഡിറ്റ് ചെയ്തെടുത്ത അനേക ആശയങ്ങൾ ഒരുമിച്ച് ചേർത്ത ദൈവസഭ പൊതുവെ അംഗീകരിക്കുന്ന ആശയങ്ങളിലൂടെയാണ് പോകുന്നത്. ഞാനത് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ഒരിക്കൽ യേശു ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാർ പറഞ്ഞു, ചിലരങ്ങയെ യെരമ്യാവെന്ന് വിളിക്കുന്നു, വേറെ ചിലരങ്ങയെ ഏലിയാവെന്ന് വിളിക്കുന്നു, ഇനിയും ചിലർ ഏതോ പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് പറയുന്നു. അങ്ങനെ ജനത്തിൻ്റെ ഇടയിൽ പല അഭിപ്രായങ്ങളാണ്. ജനത്തിന് എന്നെക്കുറിച്ച് ഒരഭിപ്രായമില്ല, പകരം പല അഭിപ്രായങ്ങളാണ്. അവരവരുടെ അറിവിനൊത്തവണ്ണം അവരവർ സംസാരിക്കുന്നു. യെരമ്യാവിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ, അങ്ങയെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർ യെരമ്യാവ് പറഞ്ഞ പല ലക്ഷണങ്ങളും അങ്ങയിൽ കാണുന്നതിനാൽ, യെരമ്യാവിൻ്റെ ഗൗരവത്തോടെ നിൽക്കുന്നതിനാൽ, ന്യായവിധിയെക്കുറിച്ച് വ്യക്തമാക്കുന്നതിനാൽ അങ്ങ് യെരമ്യാവ് തന്നെയാണ്. പുതിയ നിയമത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അത് പുതിയ നിയമത്തെക്കുറിച്ചുള്ള അറിവ് കേടുകൊണ്ടാണ്. ചാട്ട കയറുകൊണ്ട് ചാട്ട ഉണ്ടാക്കി ദേവാലയ ശുദ്ധീകരണം നടത്തിയവനായ യേശു വെള്ളതേച്ച ശവക്കല്ലറേ എന്ന് മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും അടങ്ങുന്ന യഹൂദ ഭക്തവൃന്ദങ്ങളെ അഭിസംബോധന ചെയ്തവൻ, നിശ്ചയമായും ആ ന്യായവിധിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നവൻ. യേശു ന്യായവിധിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നവനാണ്. അങ്ങ് യെരമ്യാവാണ് ഒരു കൂട്ടർ പറയുകയാണ്. വേറൊരു കൂട്ടർ പറഞ്ഞു, നോ, അങ്ങ് ഏലിയാവാണ്. കാര്യം ദൈവകൃപ തന്നെ പറയുന്ന, സ്വർഗത്തിൽ നിന്ന് തീയിറക്കുന്ന, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ടുവരുന്ന, എഗെയിൻ ഇസബേലിനെ ന്യായം വിധിക്കുവാൻ ദൂത് പറയുന്ന ഏലിയാവാണ് അങ്ങ് എന്നൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. ആ ഏതോ പഴയ നിയമപ്രവാചകൻ എഴുന്നേറ്റ് വന്നതാണെന്ന് പറയുന്നുണ്ട്. ഹേരോദാവ് അഭിപ്രായക്കാരനായിരുന്നു. ഇത് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് എന്ന് ഹേരോദാവ് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ. എല്ലാവരും പറയുന്നതിനകത്ത് കാര്യമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അവർക്കൊരു പൂർണ്ണമായ അറിവില്ല, വ്യത്യസ്തമായ അറിവുകൾ പറയുന്നവർ. യേശു അന്നേരത്താണ് ഒരു ചോദ്യം ചോദിച്ചത്. ആട്ടെ, പൊതുജനം അങ്ങനെയൊക്കെ പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാനിവിടെ 1-2 മിനിറ്റോടെ നിന്നോട്ടെ. അപ്പോൾ ആ പൊതുജനം പറയുന്നു എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ വരിക, നമുക്ക് യഹൂദൻ്റെ മഹാപുരോഹിതനോടൊന്ന് ചോദിക്കാം. അതുകൊണ്ട് യഹൂദൻ്റെ പാരമ്പര്യത്തിൽ അതിനേക്കാൾ കൂടുതൽ അറിയാവുന്നവരില്ലല്ലോ. യഹൂദൻ്റെ മഹാപുരോഹിതനോടൊന്ന് ചോദിക്കാം, യേശു ആരാ? അത് ഞാൻ പറയും, യവനോ, മറിയയുടെ മോൻ, വേശ്യാപുത്രൻ. അതിക്കവിഞ്ഞൊന്നും പറയാനില്ല. അതിക്കവിഞ്ഞ് മഹാപുരോഹിതന് മനസ്സിലാകുകയില്ല. കാര്യം അയക്കൊരു ദൈവകൃപയുള്ള മനുഷ്യനല്ല. ഞാൻ ഇവിടുത്തെ പുരോഹിതന്മാരെ വിളിച്ച് ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്തു പറയും? അവർ പറയും, ശുദ്ധഭാവി, മറിയയുടെ മോൻ, വേശ്യാപുത്രൻ. ഇതല്ലാതെ എന്തോ പറയാന്? അവർക്കും അത്രയും വിവരമേ ഉള്ളൂ. ഞാൻ ന്യായശാസ്ത്രികളെ വിളിച്ച് ചോദിക്കട്ടെ, ന്യായശാസ്ത്രികളെ, നിങ്ങൾക്കല്ലേ ന്യായപ്രമാണം അത്യുഗ്രമായി അറിയാമെന്ന് പറയുന്ന തലമുടിനാരിൻ്റെ വണ്ണത്തിന് വചനം കീറി മുറിച്ച് ഉപദേശ സാഹിത്യങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന നിങ്ങൾ എന്തു പറയും യേശുവിനെ കുറിച്ച്? അവർ പറയും, ഞങ്ങളോ ന്യായപ്രമാണ ലംഘി. അതിൽ കൂടുതൽ അവനെക്കുറിച്ച് എന്തു പറയാനാ? ന്യായശാസ്ത്രിമാർ ന്യായപ്രമാണ ലംഘി എന്ന് പറയും. അയ്യോ, ഭക്തന്മാരായ പരീശവർഗമേ, നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, യേശു ആരാ? അയ്യോ, ശബത്ത് നാളിൽ കതിര് പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നുന്ന പാവി. അതിൽ കവിഞ്ഞ് അവനെക്കുറിച്ച് എന്തു പറയാനാ? അഭക്തൻ. ഇതേ പറയാനുള്ളൂ. അവനവൻ്റെ ഗതികേടിനൊത്തവണ്ണം അവനവൻ സ്ഥാനങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട്, അവർക്ക് യഹൂദൻ കൊടുത്തിരുന്ന അധികാര സ്ഥാനങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു. കുറച്ചുകൂടെ താണു വരുമ്പോൾ പലരും പലതും പറയാറുണ്ട്. യെരമ്യാവ, എസെക്കിയേല, അതൊക്കെ ഭക്തന്മാരുടെ പദപ്രയോഗങ്ങളാണ്. ആട്ടെ, ഈ പൊതുജനത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ക്ലാസിൻ്റെ മോണിറ്റർ പത്രോസാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് ലീഡർ പത്രോസാണ് ഞാനൊന്ന് പറഞ്ഞിരുന്നു. പത്രോസേ, അങ്ങക്ക് എന്തെങ്കിലും അറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിവില്ല, പക്ഷെ എനിക്കൊരു വെളിപ്പാടുണ്ട്. അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശുവിന് മിണ്ടാതിരിപ്പാൻ കഴിഞ്ഞില്ല. യേശു ഉടനെ പ്രതികരിച്ചു വെച്ച് പറഞ്ഞു, പത്രോസേ, ഇത് ജഡരക്തങ്ങളല്ല
സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. നീ എങ്ങും ആർക്കും ശിക്ഷപ്പെട്ട് പഠിച്ചുകൊണ്ട് വന്നതല്ല മണ്ടത്തരം പറയാൻ. ഇത് എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് നിനക്ക് തന്ന വെളിപ്പാടാ. നീ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പാറ കഷണമെന്ന, ഒരു പാറ കഷണം. Thou art Peter. പെട്രോ എന്ന പദമാണ് സത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാറ കല്ലിൻ്റെ കഷണമാ. നീ അങ്ങൊരു കല്ലിൻ്റെ കഷണമാ. പക്ഷേ ഈ നിനക്ക് കിട്ടിയ വെളിപ്പാടൊരു പാറയാ. നീ പത്രോസാ, നീ കല്ലിൻ്റെ കഷണമാ. പക്ഷെ നീ പറഞ്ഞ വെളിപ്പാടുണ്ടല്ലോ, അതെൻ്റെ പിതാവ് എന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയതാ. എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് തന്നിരിക്കുന്ന ഈ വെളിപ്പാട്, ഇതൊരു പാറയാണ്. ഇതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ ഗൗരവമേറിയ ചില ആശയങ്ങൾ തൊടാൻ പോകുകയാണ്. വേദപുസ്തകത്തിൽ ചില പൊതു വെളിപ്പെടുത്തലുകളുണ്ട്. അക്ഷരാഭ്യാസമുള്ളവർ, വേദപുസ്തകം മനസ്സിലാക്കാൻ അത്രയും ആത്മനിറവുള്ളവർ അത് വായിച്ചാൽ ആ പൊതുവെളിപ്പാടുകൾ അവർക്ക് മനസ്സിലാകും. പൊതുവെളിപ്പാടുകൾ അറിയാവുന്നവൻ വലിയവനാണ്, അവൻ ഒരുപാട് മനസ്സിലാകും. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ചില പ്രത്യേക വ്യക്തികളുടെ മേൽ വ്യക്തിപരമായ ചില വെളിപ്പാടുകൾ ദൈവം ഏൽപ്പിക്കും. പൊതുവെളിപ്പാടുകളിൽ നിൽക്കുന്നവൻ നല്ലവനാണ്, ഉന്നതനാണ്, സംശയമില്ല. പക്ഷേ ദൈവത്തിന് അതിലുപരിയായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ പ്രത്യേക വെളിപ്പാടുകൾ പ്രാപിച്ചവരുണ്ട്. ചിലരെ ദൈവം പ്രത്യേകമായ വെളിപ്പാടുകൾ പ്രാപിക്കും. പത്രോസേ, അങ്ങയുടെ കൂടെയുള്ള 11 ശിഷ്യന്മാർ പൊതുവെളിപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങയെ വ്യക്തിപരമായി ഒരു പ്രത്യേക വെളിപ്പാട് ഏൽപ്പിച്ചു. ഈ വെളിപ്പാട് ഒരു പാറയാണ്. ഇതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ വാക്യം അതാ. ദൈവത്തിൻ്റെ സഭ പണിയുന്നത് പരിചയത്തിൻ്റെ മേലല്ല. ദൈവത്തിൻ്റെ സഭ പണിയുന്നത് പാരമ്പര്യത്തിൻ്റെ മേലല്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ന്യായശാസ്ത്രികളുടെ മേലോ മഹാപുരോഹിതൻ്റെ മേലോ പണിതേനെ. നോ, മുക്കവൻ എന്നറിയപ്പെട്ടിരുന്ന അങ്ങ്, എൻ്റെ കൂടെ ഇറങ്ങി നടന്ന അങ്ങ്, സ്വർഗത്തിലെ ദൈവം അങ്ങെ മാനിച്ച് അങ്ങയ്ക്കൊരു വെളിപ്പാട് തന്നതിനാൽ ആ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ വെറും പത്രോസാ, പക്ഷെ അങ്ങയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചതുണ്ടല്ലോ, എൻ്റെ പിതാവ് ഏൽപ്പിച്ച വെളിപ്പാടാണ്. ഈ വെളിപ്പാടിൻ്റെ മേൽ ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പാടൊരു പാറയാണ്. ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കാര്യം, വെളിപ്പാട് മാറത്തില്ല. വെളിപ്പാട് മാറത്തില്ല. അതൊരു പാറയാ. അതെൻ്റെ പിതാവ് ഏൽപ്പിച്ചതാ. വെളിപ്പാട് പ്രാപിച്ചവൻ മാറിപ്പോയി എന്ന് വരാം. പിന്നത്തേതിൽ പത്രോസ് ലെവലിൽ താണു. അതുകൊണ്ട് പൗലോസിനെ ദൈവം ഉയർത്തേണ്ടതായി വന്നു. പലപ്പോഴും വെളിപ്പാട് പ്രാപിച്ച പലരും തകർന്നിട്ടുണ്ട്. മോശ ദൈവത്തിൻ്റെ വലിയ വെളിപ്പാട് പ്രാപിച്ചവനാണ്. ജനത്തെ മിസ്രയീമിൽ നിന്ന് ഇറക്കി കനാനിൽ കൊണ്ടുപോകുമെന്ന്. പക്ഷേ മോശ തകർന്നു, കനാനിൽ കയറുവാൻ കഴിയാതെ പോയെങ്കിലും വെളിപ്പാട് കൊടുത്ത ദൈവവും ദൈവിക വെളിപ്പാടും തകർന്നിട്ടില്ല. വ്യക്തികൾ തകർന്നാലും തകരാത്ത വെളിപ്പാടാ. അങ്ങി പറഞ്ഞതുണ്ടല്ലോ, ഒരു പാറയാ. ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പണിയുന്നത് ഞാനാ, സഭ എൻ്റേതാ. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അന്ത്യം വരെ ഉയർന്നു നിൽക്കും. ബഥേൽ, ഭയപ്പെടരുത്. പാതാള ഗോപുരങ്ങൾ നമ്മോടും എതിർക്കുന്നുണ്ട്. ഏത് ആത്മീയനോടും ഏത് ദൈവിക വെളിപ്പാടിനോടും എന്ന വണ്ണം പാതാള ഗോപുരങ്ങൾ എതിർത്തുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം അവ ജയിക്കുമെന്നല്ല. നെവർ നെവർ നെവർ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഒന്നാമത്തെ താക്കോൽ വാക്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അതിൻ്റെ വിശദീകരണത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. രണ്ടാമത്തെ താക്കോൽ വാക്യം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരെ അവസാനമായി കൽപ്പനകൾ ഏൽപ്പിച്ച് അയക്കുന്ന രംഗമാണിത്. ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നിതിനെ വിളിക്കും. പ്രേക്ഷിത ദൗത്യം എന്നാണ് നല്ല ശുദ്ധ മലയാളത്തിൽ പണ്ഡിതന്മാരായ ആളുകൾ ഇതിനെ വിളിക്കുന്നത്. പ്രേക്ഷിത ദൗത്യം, പോയി ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾ, കടമകൾ.
ഗ്രേറ്റ് കമ്മീഷൻ എന്ന് വിളിക്കുവാൻ കാര്യം ഇതിനേക്കാൾ വലിയൊരു കമ്മീഷൻ വേറെ ഇല്ല. ഒരു കമ്മീഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കിരീടാധാരിയാണ്. സകല രാജാക്കന്മാർക്കും മീതെ രാജാവും ദേവന്മാരുടെ ദൈവവുമായവൻ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുന്ന ഒടുവിലത്തെ കമ്മീഷനാണിത്. ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നതിനെ വിളിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ പലതും അർത്ഥമാക്കുന്നു. യേശു 12 പേരെ തിരഞ്ഞെടുത്തു, 12 പേരെ സ്നേഹിച്ചു, 12 പേരെ പഠിപ്പിച്ചു, 12 പേരെ കൊണ്ടു നടന്നു, 12 പേരെ കൊണ്ടും അത്ഭുതങ്ങളിൽ ഭാഗവാക്കുകളാക്കിച്ചു. പക്ഷേ തൻ്റെ ദർശനവും കാഴ്ചപ്പാടും അന്ത്യം വരെ കാത്തു സൂക്ഷിപ്പാൻ കഴിയാതെ പോയ യൂദയെ ഒഴിവാക്കി ബാക്കി 11 പേരെ അടുക്കൽ വിളിച്ചു. യേശു 11 പേരുടെ അടുക്കൽ വന്നു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുന്നമേ ആ 11 പേരെയും നിർത്തിക്കൊണ്ട് യൂദയെ ഒഴിവാക്കിയ ശേഷം അന്ത്യത്തോളം ദൈവിക വെളിപ്പാട് കൊണ്ടു നടക്കുവാൻ കഴിയാതെ വഴിമധ്യേ തൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം വീണുപോയ മറക്കരുത്, യൂദായുടെ കാലുവരെ കർത്താവ് കഴുകിയതാ. അന്തിമ അത്താഴത്തിൽ യൂദായുടെ കാലും കഴുകി. കർത്താവിൻ്റെ തിരുമേശ അഫിക്കോം എന്ന അത്താഴം കഴിഞ്ഞ ശേഷം എടുത്തു കൊടുക്കുന്ന ആ അപ്പം തിന്നുന്നതും ആ അത്താഴം കഴിഞ്ഞ ശേഷം കൊടുക്കുന്ന പാനപാത്രം കുടിക്കുന്നതുമായ ആ സാക്ഷാൽ തിരുമേശയിൽ നിന്ന് അവനെ ഒഴിവാക്കി. അവിടം വരെ അവൻ കൂടെ ഉണ്ടായിരുന്നു. അവനെ ഒഴിവാക്കിയ ശേഷം യേശു 11 ശിഷ്യന്മാരെ, പ്രമാണത്തിൽ നിന്നവരെ, അന്ത്യത്തോളം പ്രമാണം അംഗീകരിച്ചവരെ അവസാനം വിളിച്ചുകൂട്ടി അവർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് യേശു അടുത്തു ചെന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. എന്നാണ് അധികാരം നൽകപ്പെട്ടത്? സ്നാനസമയത്ത് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും സകലത്തിൻ്റെയും അധികാരം തൻ്റെ പുത്രനെ ഏൽപ്പിച്ച ദിവസമായിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നായതുകൊണ്ട്, താക്കോൽ വാചകങ്ങളിൽ നിന്നായതുകൊണ്ട് ചില മിനിറ്റുകളിലൂടെ പറയാതെ നിവർത്തിയില്ല. കർത്താവ് തൻ്റെ വലിയ സന്ദേശം, വലിയ ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കുന്ന, ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പഴയ നിയമത്തിൻ്റെ സാഹചര്യത്തിൽ ഒരപ്പന് പല മക്കളുണ്ടെങ്കിലും അതിലേറ്റവും ഉത്തരവാദിത്വപ്പെട്ടവനും ഏറ്റവും കൂടുതൽ അപ്പൻ്റെ ഹിതം നിർവഹിക്കുന്നവനും കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുന്നവനുമായ ഒരു മകനെ വിളിച്ച് ആ മകനെ അധികാരം ഏൽപ്പിക്കുന്നത് യഹൂദൻ്റെ പാരമ്പര്യമായിരുന്നുവെന്ന് യഹൂദ പാരമ്പര്യങ്ങൾ അറിയാവുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ യെരുശലേമിൽ പോയി അവരുടെ കൾച്ചർ പഠിക്കാൻ നിന്നിട്ടില്ല, എനിക്കതിന് അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ അപ്രകാരം അവസരം ലഭിച്ചവർ യഹൂദ കുട്ടികൾ പഠിക്കുന്ന ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ യഹൂദ കുട്ടികളോട് കൂടുതൽ അടുപ്പം കാണിച്ച് അവരുടെ പാരമ്പര്യങ്ങളും ചട്ടങ്ങളും അറിയുവാൻ ഗ്രഹിച്ച വേദവിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം 3-4 വർഷം യഹൂദന്മാരോടുകൂടെ ചെലവഴിച്ച ശേഷം എന്നോട് പറഞ്ഞിട്ടുള്ളത്, യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് ഒരപ്പന് പല മക്കളുണ്ടെങ്കിലും ഏറ്റവും അപ്പൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നവനും അപ്പൻ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്നവനും അപ്പൻ്റെ കാഴ്ചപ്പാടുള്ളവനുമായ ഒരു മകനെ വിളിച്ച് ആ കുടുംബത്തിൻ്റെ ചുമതല ഏൽപ്പിക്കും. അവനെ വിളിച്ചേച്ച് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറയും. ഒരു പുതിയ അങ്കി അവൻ്റെ അളവിനൊത്തവണ്ണം ഉണ്ടാക്കിയത്, കോട്ട് ഓഫ് മെനി കളേഴ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പല നിറത്തിലുള്ള ഒരു അങ്കി അവൻ്റെ അളവിലുണ്ടാക്കിയത് അന്ന് അവനെ ധരിപ്പിക്കും. പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ജോസഫിൻ്റെ അപ്പൻ അവനൊരു അങ്കി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ആ അങ്കിയോടായിരുന്നു ആളുകൾക്ക് വൈരാഗ്യം, സഹോദരന്മാർക്ക് വൈരാഗ്യം. ആ അങ്കിയാണ് അവർ വലിച്ചു കീറി രക്തത്തിൽ മുക്കി, നിന്റെ മോൻ്റെ അങ്കി അല്ലയോ, നോക്ക് പിതാവേ എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചത്. അങ്ങനെ ഒരു അങ്കി ധരിപ്പിച്ചാൽ ആ അങ്കി ധരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഇവൻ എൻ്റെ പ്രിയ മകനാണ്. അങ്ങനെ കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇന്നു മുതൽ എൻ്റെ സകല അധികാരവും ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ്. പിതാവിൻ്റെ അഭാവത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം വസ്തുക്കൾ എഴുതി വയ്ക്കുമ്പോൾ അതിൽ സൈൻ ചെയ്യാൻ, ഇന്നത്തെ ഭാഷയിൽ പുതിയ വസ്തുക്കൾ വാങ്ങുവാൻ അതിൽ സൈൻ ചെയ്യുവാൻ തൻ്റെ അറ്റോർണി ഹോൾഡറായി സകല കാര്യങ്ങളും ചെയ്യുവാൻ ഒരധികാരം. ഇതായിരുന്നു സ്നാനക്കടവിൽ വെച്ച് പിതാവായ ദൈവം യേശുവിനോട് ചെയ്തത്. പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ മേലയച്ചു. പ്രാവുന്നതുപോലെ ആത്മാവിറങ്ങി ഒരു പുതിയ അങ്കി എന്ന വണ്ണം യേശുവിൻ്റെ മേൽ അണിഞ്ഞു, യേശുവിൻ്റെ മേൽ വന്നിരുന്നു.
ആ പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവ് എനിക്ക് അധികാരം തന്നുവെന്ന് മാത്രമല്ല, എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാനത് കൺഫർ ചെയ്തു, ഞാനതിനെ തെളിയിച്ചു, ഞാനതിന് യോഗ്യനാണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്ത് വന്നേച്ചു പറഞ്ഞു, സകല അധികാരവും എനിക്ക് തന്നതിനാൽ ആ അധികാരത്തോടെ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ്, അധികാരപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം പോ. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾക്കൊരു ശക്തി വേണം. യഹൂദയിലും യെരുശലേമിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം. പുതിയ നിയമസഭയിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു അടിസ്ഥാന ഉപദേശമായി മാറണമെങ്കിൽ അതിന് 3 ഘടകങ്ങൾ വേണം. 1, അതിനെക്കുറിക്കുന്ന ഒരു ദൈവിക പഠിപ്പിക്കൽ വേണം. 2, അതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ചിരിക്കണം. 3, ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഈ 3 ഘടകങ്ങളുള്ളത് മാത്രമേ ഉള്ളൂ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. ബാക്കി ഒന്നും അടിസ്ഥാന ഉപദേശങ്ങളല്ല. ഞാൻ അടിസ്ഥാന ഉപദേശങ്ങളല്ലാത്ത ചില ഉദാഹരണങ്ങൾ പറയാം. 1, യേശു പറഞ്ഞു, ആരുടെയെങ്കിലും കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ ഒരു കണ്ണ് ചുഴഞ്ഞെടുത്ത് എറിഞ്ഞു കളക. വലത്തെ കണ്ണായാലും ചുഴഞ്ഞെടുത്ത് എറിഞ്ഞു കളക. ഒരു സഭയും അത് പഠിപ്പിക്കുന്നില്ലല്ലോ, ഒരു സഭയിലും അത് പ്രാക്ടീസ് അല്ലല്ലോ. വലത്തെ കൈ നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടി എറിഞ്ഞു കളയുക. ഒരു സഭയും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, അത് ഒരു സഭയുടെ ഉപദേശമല്ലല്ലോ. യേശു അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു, സത്യം. പിന്നെ എന്ത് ചെയ്ത് ഉപദേശമാക്കാഞ്ഞത്? അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ചൊന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊരു അടിസ്ഥാന ഉപദേശമായി മാറുന്നില്ല. നേരെ മറിച്ച് ആരെങ്കിലും ഒരാൾ വലത്തെ കൈ വെട്ടി എറിയുകയോ വലത്തെ കണ്ണ് ചുഴഞ്ഞെറിയുകയോ ചെയ്താൽ സ്വർഗത്തിൽ അവന് വലിയ പ്രതിഫലം കിട്ടും. അവൻ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചതിനാൽ അവന് പ്രതിഫലമുണ്ട്. പക്ഷേ അത് സഭയുടെ അടിസ്ഥാന ഉപദേശമാകുന്നില്ല. 2, അപ്പോസ്തലന്മാർ ഉള്ളതെല്ലാം വിറ്റ് പൊതുവക എന്ന് എണ്ണുവാൻ ആദിമസഭയോട് പറഞ്ഞിരുന്നു. ആദിമസഭ ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നൊരു സഭയിലും അതൊരു ഉപദേശമല്ല. പൊതുസഭകളിൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് അതിനെ അംഗീകരിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ചില കൾട്ട് ഗ്രൂപ്പുകൾ അത് കൊണ്ടു നടക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പൊതുവെ ഇന്നാർക്കും ഒരു ഉപദേശമല്ല. സഭയ്ക്ക് അതൊരു അടിസ്ഥാന ഉപദേശമല്ല. എന്തുകൊണ്ട്? അതിനെക്കുറിച്ചൊരു ദൈവകൽപ്പനയില്ല. ദൈവകൽപ്പന എന്ന 1-ാം ഘടകം ഇല്ലാത്തത് കൊണ്ട് അതൊരു കൽപ്പനയല്ല, അതൊരു അടിസ്ഥാന ഉപദേശമല്ല. ഇനിയും സ്നാനത്തെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് യേശു കൽപ്പിച്ചെങ്കിലും ശിഷ്യന്മാരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പഴി ശിഷ്യന്മാരുടെ മേൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പുതിയ നിയമത്തിൽ സ്നാനം നടന്ന രംഗങ്ങളിലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ യേശുവിൻ്റെ നാമത്തിൽ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒനേമോ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒനേമോ എന്ന വാക്കിൻ്റെ അർത്ഥം അധികാരപ്പെടുത്തിയതിനൊത്തവണ്ണം യേശുവിൻ്റെ ഒനോമയിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒനോമയിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം യേശു കൊടുത്ത അധികാരപ്രകാരം സ്നാനപ്പെടുത്തി. യേശു കൊടുത്ത അധികാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അങ്ങനെ സ്നാനപ്പെടുത്തി. ഞാനൊരു കൊച്ചു ഉദാഹരണം അതിന് എക്സ്ട്രാ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് എഫെസോസിലെത്തി ഒരു കൂട്ടം ശിഷ്യന്മാരെ കണ്ടു. അവിടെ ശിഷ്യന്മാരെന്ന് പറയുന്നത് യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. ഒരു കൂട്ടം ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. ശിഷ്യന്മാരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ആത്മാവിനെ പ്രാപിച്ചോ എന്നാണ്. നമ്മളും ചോദിക്കേണ്ടതാണ് കേട്ടോ. കാര്യം ആത്മാവിനെ പ്രാപിക്കാത്തവനൊന്നും ശിഷ്യനല്ല. ശിഷ്യനെന്ന് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. ആത്മാവിനെ പ്രാപിച്ചോ? അവർ നേരെ ഒരു മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എടുത്ത വായിലെ പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യം, പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനരംഗത്തെങ്കിലും കേൾക്കേണ്ടതല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന്? നമ്മുടെ ഈ ചർച്ചിൽ ഒരിക്കൽ ഞാൻ ഒരാളിനോട് ഇതുപോലെ ചോദിച്ചു, ആരാ സ്നാനപ്പെടുത്തിയത്, എങ്ങനെയാണ്? അപ്പം ഞാൻ ചോദിച്ചു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണോ? പറഞ്ഞു, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ.
പറഞ്ഞാൽ അങ്ങനെ അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഒന്നിലെങ്കോ ഏതോ പുതിയ നിയമത്തിൽ പെടാത്ത സ്നാനമോ അല്ലെങ്കിൽ ശിശു സ്നാനമോ, രണ്ടായാലും പുതിയ നിയമത്തിലുള്ള സ്നാനമാണെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് കേട്ടിരിക്കും. ഇനി ആളിനെ വെള്ളത്തിലോട്ട് മുക്കുന്ന കൂട്ടത്തിൽ സ്നാനപ്പെടുത്തുന്ന വ്യക്തി ഇയാൾ മുങ്ങിക്കഴിഞ്ഞ ശേഷമാണോ പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ റീബാപ്റ്റൈസ് ചെയ്യുന്നത് തെറ്റാണ്. സ്നാനം ഒന്നേ ഉള്ളൂ. പക്ഷേ ശരി സ്നാനം അല്ലെങ്കിൽ 1000 പ്രാവശ്യം ആയാലും സ്നാനമായിരിക്കണം. ചുമ്മാ പോയപ്പോൾ മഴ നനഞ്ഞേച്ച് അത് സ്നാനമാണെന്ന് എനിക്ക് തോന്നിയെന്നോ, കാല് തെറ്റി കുളത്തിൽ പോയിച്ച് സ്നാനത്തിന് പകരമായിരുന്നെന്നോ ഒന്നും പറഞ്ഞാൽ സമ്മതിക്കാനൊക്കത്തില്ല. യഥാർത്ഥത്തിൽ ദൈവവചനപ്രകാരമുള്ള സ്നാനമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെ അന്വേഷിച്ച് ആരാ എന്നൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ പേരില്ലാതെ കൊടുത്ത സ്നാനമാണ്. ഞാൻ പറഞ്ഞു അത് വാലിഡ് അല്ല. അങ്ങനെയാണ് പണ്ട് പൗലോസ് പറഞ്ഞത്. അത് വാലിഡ് അല്ല. അത് യോഹന്നാന്റെ സ്നാനമാണ്, ക്രിസ്തു കൊടുത്ത സ്നാനമല്ല. ഇത് കേട്ടാറേ അവർ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നാനമേറ്റു. ഇവിടുത്തെ പ്രശ്നമെന്നോർത്തോണേ, അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് അവിടുത്തെ പ്രശ്നം. സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവെന്ന പേര് കേട്ടിട്ടില്ല. ഇനി അവരെ സ്നാനപ്പെടുത്തിയത് എങ്ങനെയാ? യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന, യേശുവിൻ്റെ ഒനോമയിൽ സ്നാനപ്പെടുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്നേരത്തും പരിശുദ്ധാത്മാവ് എന്ന പേര് പറയുന്നില്ലല്ലോ. അയ്യോ, ഒനോമ എന്ന വാക്കിൻ്റെ അർത്ഥം അതല്ലേ? യേശു കൊടുത്ത അധികാരം ഇതാണ്. താക്കോൽ വാക്യം: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെ ആദിമസഭയിലെ അപ്പോസ്തലന്മാർ അത് പ്രാക്ടീസ് ചെയ്തു. അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ചു. സഭ അത് പ്രാക്ടീസ് ചെയ്തു. യേശു കൽപ്പിച്ചു. ആകയാൽ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ് നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചുവെന്ന് ഘോഷിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് കൊടുത്ത അധികാരപ്രകാരം ചെയ്യണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ വാക്യത്തിനായി സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. പക്ഷേ ദയവായി ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? കാര്യം ഇതിനകത്ത് ഒരുപാട് ആത്മീക സത്യങ്ങൾ അങ്ങ് ഘനീഭവിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായി വിശദീകരിച്ചേ മതിയാകൂ. ഒന്നുകൂടെ വായിച്ചാട്ടെ, 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് ഗ്രേറ്റ് കമ്മീഷനാണ്. ഇതിനേക്കാൾ വലിയൊരു കമ്മീഷനും കൽപ്പനയും ഒരു സോളിഡ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാപ്സ്യൂൾ ഫോർമാറ്റിൽ ഒരു ഗുളികയായി കൊടുത്താൽ അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ പവർ ഉണ്ടാകേണ്ടതിന് മെഡിസിൻ പലപ്പോഴും ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ പറയുമായിരിക്കും ഇഞ്ചക്ഷനായിട്ട് തരാറുണ്ടെന്ന്. അയ്യോ, അതിനെയാണ് ഞങ്ങൾ ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നൊക്കെ വിളിക്കുന്നത്. പോട്ടെ, ഞാനത് വിശദീകരിക്കുന്നില്ല, തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. ടാബ്ലറ്റിനേക്കാൾ പ്രത്യേകതയുള്ളത് ക്യാപ്സ്യൂളാണെന്നും ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ കിട്ടുമ്പോൾ കൂടുതൽ അതിന് സ്ട്രെങ്ത് ഉണ്ടെന്നൊക്കെയാണ് എൻ്റെ അറിവ്. ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല. പഠിച്ചവർ ദയവായിട്ട് എന്നെ വഴക്കുണ്ടാക്കരുത്. എനിക്കറിയാവുന്നത് പറയുകയാണ്. ക്യാപ്സ്യൂൾ ഫോമിൽ ഇതങ്ങോട്ട് കൊടുക്കുക. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പുറപ്പെട്ടു പോകണം, നിങ്ങൾ പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും, അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. അടുത്തത്, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചോണം. ഞാൻ കൽപ്പിച്ച കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്നവർ പലരുണ്ട്. അവരെ വിട്. കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ചോദിച്ച ഒരു ഓർമ്മയുണ്ട്. പൗലൂസ് പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞൊരു പദമുണ്ട്, ആത്മാവിനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുകയും സകല സത്യത്തിൽ നിങ്ങളെ നടത്തുകയും ചെയ്യും. കുറേ സത്യത്തിൽ നടക്കുന്നവരുടെ കാര്യമല്ല, സകല സത്യത്തിൽ നടക്കുന്നവർ. പ്രവാചകന്മാർ പറഞ്ഞത് കുറേയൊക്കെ അംഗീകരിക്കുന്നവരുടെ കാര്യമല്ല, സകലതും അംഗീകരിക്കുന്നവർ. പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കുന്നവർ, കുറേയൊക്കെ വിശ്വസിക്കുന്നവരുടെ കാര്യമല്ല, എല്ലാം വിശ്വസിക്കുന്നവരുടെ കാര്യം. ഇങ്ങനെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ വരയണം. ഞാൻ കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. തക്കവണ്ണം ഉപദേശിക്കണം. അതെന്നാ അങ്ങനെ പറയുന്നേ? പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഒരു കൂട്ടം പുരുഷാരവും അവരുടെ അടുക്കൽ ഓടിക്കൂടി.
അവിടെ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുവിൻ്റെ ഒനേമയിൽ സ്നാനമേൽക്കണം. ഒനേമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ അധികാരത്തിൽ സ്നാനമേൽക്കണം. മറ്റ് പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ച് ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്നും രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞു. നേരെ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുവീൻ ഒരു പദമല്ല പറഞ്ഞത്, അനേക വാക്കുകളാൽ ചേർത്തവരെ ഉപദേശിക്കുകയാണ്. നന്നാകേണ്ടതിൻവണ്ണം നന്നാകുവാൻ പറയേണ്ടത് എല്ലാം പറഞ്ഞ് ആശയം സ്ഥാപിച്ചു വിശദീകരിച്ച് അങ്ങനെ തന്നെ നിങ്ങളും വേണം, നിങ്ങൾ ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ, സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുക, ക്രിസ്തുവിൻ ശിഷ്യത്വത്തിലേക്ക് നയിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോസ്തലന്മാരെല്ലാവരുമാണ് സ്നാനപ്പെടുത്തിയത്, നിങ്ങളാരും സ്നാനപ്പെടുത്തണ്ട, നിങ്ങളാരും ശിഷ്യന്മാരല്ല, ശിഷ്യന്മാരെയാണ് യേശു പഠിപ്പിച്ചത്. എൻ്റെ പൊന്നെ, ഈ മനുഷ്യൻ ബൈബിളൊന്ന് വായിച്ചിരുന്നതിൽ എത്ര നന്നായിരുന്നു. ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാനാണ്. ശിഷ്യന്മാരാക്കിക്കൊള്ളുകയിൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പദവിയിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. അടുത്ത പദം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. ക്രിസ്തുവിൽ പ്രസിദ്ധനായ ഒരു ദൈവഭക്തൻ, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടോ ഇന്നത് പറയുവാൻ, തൻ്റെ പേര് പറയുവാൻ എനിക്ക് ഒരു മടി പോലെ, ഞാൻ അതുകൊണ്ട് ആ പേര് പറയുന്നില്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് യേശു പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പണ്ട് ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുമ്പോൾ യേശു കൊളക്കരയിൽ നിന്ന് അവരെ സൂപ്പർവൈസ് ചെയ്യുമായിരുന്നു. ഇപ്പം യേശു അങ്ങ് പോവുക, സ്വർഗാരോഹണം ചെയ്യുക, അന്നേരത്തെ പറയുന്നത് നിങ്ങൾ പോയി സ്നാനപ്പെടുത്താൻ. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, അയ്യോ ഗുരുവേ അങ്ങ് പോവുകയാണോ, അപ്പോൾ ആരെയും സൂപ്പർവൈസ് ചെയ്യാൻ നിൽക്കുന്നത്? യേശു പറഞ്ഞു, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, കൊളക്കരയെ ഞാനുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. അല്ല, ഇത് പറഞ്ഞപ്പോൾ യേശു സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് എടുത്തു പറയേണ്ടത് കാര്യമാണ്. അതുകൊണ്ട് ഞാനതൊന്ന് വിശദീകരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കാമോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. മതി. യഹൂദന്മാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായി. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു. ഇത് പരീശന്മാരെ അറിഞ്ഞുവെന്ന് യേശു അറിഞ്ഞു. അടുത്തൊരു പരന്തിറ്റിക്കൽ ക്ലോസ് കൊടുത്തിട്ടുണ്ട്, യേശു അല്ലാതെ ശിഷ്യന്മാർ സ്നാനം കഴിപ്പിച്ചില്ലതാനും. നോക്കി, രണ്ടാശയങ്ങളാണ്. ഒന്ന്, യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടുവെന്ന് യേശു അറിഞ്ഞു. അടുത്ത പരന്തിറ്റിക്കൽ ക്ലോസ് ആണ്, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. ഇതിലേതാ സത്യം നമുക്കൊന്ന് നോക്കാൻ വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വരാം. ഈ വാക്യം മറിക്കരുത്, അതവിടെ നിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാലും. യോഹന്നാൻ 3-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ യേശു ശിഷ്യന്മാരുമായി യോർദാനിൽ വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ആരാ വന്നത്? യേശുവാ വന്നത്. ആരെ ചേർത്തു? ശിഷ്യന്മാരെ ചേർത്തു. ആരാ സ്നാനം കഴിപ്പിച്ചത്? യേശുവാ സ്നാനം കഴിപ്പിച്ചത്. ആര് കൂടെ ഉണ്ടായിരുന്നു? ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഒരു വാക്യം വിശദീകരിച്ച്, ഒരു വാചകം, ഒരു സെൻറ്റൻസ് വിശദീകരിച്ച് അർത്ഥം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. യേശു വന്നു, ശിഷ്യന്മാരെ കൂടെ കൊണ്ടുവന്നു. യേശു സ്നാനം കഴിപ്പിച്ചു, ശിഷ്യന്മാരും കൂടെ സ്നാനം കഴിപ്പിച്ചു. യേശു അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന വിവരം പരീശന്മാർ കേട്ടു. യേശു ഇന്ന് സ്നാനം കൊടുത്തു. ഞാൻ എൻ്റെ കൂട്ടു സഹോദരന്മാരെ സ്നാന ശുശ്രൂഷ പഠിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലിറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ആരും അങ്ങനെ പഠിപ്പിച്ചു തരുവാൻ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അനേക ദൈവദാസന്മാർ സ്നാനപ്പെടുത്തുന്നത്, ഒരു 100 കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. കൺവെൻഷനുകൾക്കും മറ്റും പ്രസംഗിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ എബവ് സർട്ടൻ ഫിഗേഴ്സ് ആളുകൾ സ്നാനത്തിനു വേണ്ടി സമർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ആളുകളെ സ്നാനത്തിനു വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ സ്നാനത്തിന് പോകുമായിരുന്നു. ഞാനല്ലായിരുന്നു സ്നാനപ്പെടുത്തുന്നത്. വ്യത്യസ്ത സമൂഹങ്ങളുടെ കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കുമെങ്കിലും അവരവരുടെ ഓർഡൈൻ മിനിസ്റ്റേഴ്സാണ് സ്നാനപ്പെടുത്തേണ്ടത്. അതിന് ചുമതലപ്പെട്ടവരും അധികാരപ്പെട്ടവരുമാണ് സ്നാനപ്പെടുത്തേണ്ടത്. അപ്രകാരം സ്നാനപ്പെടുത്തുന്ന കൂട്ടത്തിൽ വളരെ സീനിയേഴ്സായിട്ടുള്ളവരും ദൈവകൃപയുള്ളവരുമായ ചില ദൈവദാസന്മാർ സ്നാനപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഗൗരവത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അവരുടെ ഓരോ ചലനങ്ങളും അങ്ങേയറ്റം പല പ്രാവശ്യം കണ്ടു പഠിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ദിവസം ആവശ്യം വന്നപ്പോൾ ഗംഗാനഗറിൽ ബഥേൽ ചർച്ചിന് വേണ്ടി ഞാൻ സ്നാനപ്പെടുത്തി. അല്ലാതെ അധികം സ്നാനപ്പെടുത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബഥേൽ ചർച്ചിന് വേണ്ടി ആദ്യമേ ഞാൻ സ്നാനപ്പെടുത്തി. ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നാമത്തെ വ്യക്തിയെ സ്നാനപ്പെടുത്തിയത് മുതൽ പെശകൊന്നും പറ്റാതെ കർത്താവ് എന്നെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ചില ദൈവദാസന്മാരെ വെള്ളത്തിനകത്ത് നിർത്തി സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കണം. കാര്യം ഒത്തിരി നാൾ കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് അല്പം കൂടെ ക്വിക്ക് ട്രെയിനിങ് ആവശ്യമാകയാൽ അവരെ പഠിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ സഹോദരന്മാരുമായി വെള്ളത്തിലിറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. വെള്ളത്തിൽ ഞങ്ങൾ 2-3 സഹോദരന്മാർ ഒരുമിച്ച് നിന്നു. ഞാൻ സ്നാനപ്പെടുത്തുന്നയാളും മറ്റുള്ളവർ കരയ്ക്ക് നിന്നുകൊണ്ട് കാണുകയല്ല, വെള്ളത്തിനകത്ത് നിന്നുകൊണ്ട് കാണത്തക്കവണ്ണം അവരെ കൂടെ വെള്ളത്തിനകത്ത് ഇറക്കുകയും ചെയ്തു. ഞാൻ ഒന്നാമത്തെ ആളിനെ സ്നാനപ്പെടുത്തി, തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു, കയറ്റിവിട്ടു. രണ്ടാമത്തെ ആളിനെ ഇറക്കി കൈവച്ചു, പ്രാർത്ഥിച്ചു, കയറ്റിവിട്ടു. മൂന്നാമത്തെ ആൾ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ അന്ന് സ്നാനം അഭ്യസിക്കുന്ന ഒന്നാമത്തെ ദൈവദാസനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇദ്ദേഹത്തിന് സ്നാനം കൊടുത്താലും. അദ്ദേഹം സ്നാനം പെടുത്തി. കഷ്ടകാലത്തിന് എന്തോ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടും ധൃതി കൂടിപ്പോയതുകൊണ്ടും എന്തോ ചില സഭാ കമ്പമോ എന്തോ ഉണ്ടായിരുന്നത് കൊണ്ടും, കാര്യം വട്ടത്തിൽ ആളുകൾ ധാരാളം നോക്കി നിൽപ്പുണ്ട്. സ്നാനപ്പെടുത്തിയ കൂട്ടത്തിൽ കംപ്ലീറ്റ്ലി മുങ്ങിയില്ല. പിന്നെ ഈ മുങ്ങുന്നവരും എല്ലാവരും മറ്റും ചിലരങ്ങ് ബലം പിടിക്കും, എല്ലാവരും ഈൽഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായി മുങ്ങാതെ വന്നു. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ മുക്കിയേ മതിയാകൂ. കാര്യം മുങ്ങിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം മുക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം കൂടുതൽ അങ്ങ് പെർഫ്ലക്സ്ഡായി രണ്ടുപേരും. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പേര് മാത്രമേ പറഞ്ഞുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞില്ല. ഞാൻ ആ ആളിനെ മൂന്നാമത് ഞാനായി സ്നാനപ്പെടുത്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന് പറഞ്ഞ് വ്യക്തമായി സ്നാനപ്പെടുത്തി. സ്നാനം ഒന്നേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. പക്ഷേ അത് കറക്റ്റ് സ്നാനമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അല്ലാത്തതിനെ ഒന്നും സ്നാനമെന്ന് വിളിക്കത്തില്ല, കയറ്റിവിട്ടു. അടുത്തയാൾ വന്നു. ഈ മനുഷ്യൻ തന്നെ സ്നാനപ്പെടുത്തി, കൃപയാൽ വിജയിച്ചു. പിന്നെ അദ്ദേഹം വിജയപ്രദമായി സ്നാനപ്പെടുത്തുന്നു. ഞാൻ സഹോദരന്മാരെ സ്നാനം പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. യേശു ശിഷ്യന്മാരുമായി വന്നു, യേശു സ്നാനപ്പെടുത്തി, ശിഷ്യന്മാരും സ്നാനപ്പെടുത്തി. ഈ വിവരം പറഞ്ഞു കേട്ട് 4-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിലാണ് യേശു സ്നാനപ്പെടുത്തുന്നത്. ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നു. യോഹന്നാനും പാരലായി സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന കാര്യം മറക്കണ്ട. യോഹന്നാനും സ്നാനപ്പെടുത്തി, യേശു സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും സ്നാനപ്പെടുത്തി. സത്യത്തിൽ യോഹന്നാൻ അവിടെ കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. യോഹന്നാൻ നിർത്താതെ വന്നു. കാര്യം യേശുവിന് വഴിയൊരുക്കാനാണ് യോഹന്നാൻ വന്നത്. യേശു വന്നു, സ്നാനം തുടങ്ങിയപ്പോൾ യോഹന്നാൻ നിർത്തേണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായി വന്നു. കാര്യം അദ്ദേഹം നേരത്തിന് നിർത്തിയില്ല. ദൈവം ഓരോരുത്തരെ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയ കാലഘട്ടത്തോളം ദൈവമാക്കിയ ഇടത്ത് ശുശ്രൂഷിക്കുവാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കണം എന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. ഇന്നുകൊണ്ട് ഇത് തീരത്തില്ല, നമ്മൾ അടുത്ത ദിവസത്തേക്ക് തുടരും. അതുകൊണ്ട് ഈ സ്നാനം എന്നുള്ള ഒരു ഒറ്റ ആശയം മാത്രം നിർത്തിയേച്ച് മാറാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ബാക്കി നമ്മളെ നാളെ തുടരുന്നതായിരിക്കും. 3-ാമത്തെ അധ്യായത്തിൽ യേശു തന്നെ ശിഷ്യന്മാരെ ചേർത്ത് സ്നാനപ്പെടുത്തി. അത് യോഹന്നാന്റെ അടുക്കൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. കാര്യം യേശുവും ശിഷ്യന്മാരും ഒരുമിച്ചായിരുന്നു. ഈ വിവരം പരീശന്മാരുടെ അടുക്കൽ എത്തി. ഈ നുണ പറയുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഇവിടുന്ന് ഒരു സ്നാനം കണ്ടവൻ നുണ പറഞ്ഞു, ഇടാ യേശു മുക്കിയടാ. മുക്കി. അവൻ അവിടുന്ന് അതിനടുത്ത പുള്ളിയോട് നുണ പറഞ്ഞു, മുക്കി. പരീശനോട് പറയടാ. അങ്ങനെ പരീശന്മാർ ഇത് അറിഞ്ഞു. ചിലപ്പോൾ 2 മണിക്കൂർ എടുത്ത് കാണും, ചിലപ്പോൾ 2 ദിവസം എടുത്ത് കാണും. പരീശന്മാരുടെ അടുക്കൽ വിവരം എത്തി. തിരിച്ചിങ്ങോട്ട് യേശുവിൻ്റെ അടുക്കലോട്ട് നോക്കിയോടാ. ഇപ്പം വരുന്നുണ്ട് പരീശൻ. പറഞ്ഞു തിരിച്ച് യേശുവിൻ്റെ അടുക്കലെത്തി. മേ ബി 1 മണിക്കൂർ, മേ ബി ഒരാഴ്ച, എനിക്കറിഞ്ഞുകൂടാ. പരീശന്മാരുടെ അടുക്കൽ വിവരം എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് യേശു കരയ്ക്ക് കയറി. കാര്യം യേശു സ്നാനപ്പെടുത്താൻ പഠിപ്പിച്ചു കഴിഞ്ഞു. യേശു സ്നാനപ്പെടുത്തി,
സ്നാനപ്പെടുത്താൻ പഠിപ്പിച്ചു. യേശു കരയ്ക്ക് കയറി. യേശു കരയ്ക്കും ശിഷ്യന്മാർ വെള്ളത്തിലും നിന്ന് സ്നാനം നടത്തി. ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തിയത്. അതാണ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾക്കകത്തുള്ളത്. അന്ന് മുതൽ യേശു സൂപ്പർവൈസ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സ്നാനപ്പെടുത്ത്. അപ്പോഴാണ് അവരുടെ നോട്ടം, കർത്താവേ ആര് സൂപ്പർവൈസ് ചെയ്യും? അയ്യോ പേടിക്കണ്ട, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തുവാൻ, ലക്ഷത്തിലധികം ആളുകളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഓരോ പ്രാവശ്യം സ്നാനപ്പെടുത്തുമ്പോഴും യേശു കരയ്ക്കുണ്ട് എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് വെള്ളത്തിലിറങ്ങിയത്. ആ ഭയത്തോടും നിർമ്മലതയോടും ദൈവകൃപയോടും കൂടെ ഇന്ന് വരെ നിൽക്കുവാൻ കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു യേശു കരയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയുന്നവരുണ്ട്, അതുങ്ങളെ വിട്. അർഹിക്കുന്ന അവഗണനയോടെ അവരെ തള്ളിയേച്ച് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങാം. ഇന്ന് പകൽ ദൈവത്താൽ മാനിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും ചർച്ചിൽ ഉപയോഗിക്കാറുള്ള ഒരു പദമുണ്ട്, വാൾ അരയ്ക്ക് കെട്ടുന്നവൻ വാൾ അഴിച്ചു വെക്കുന്നവനെ പോലെ വാചകം അടിക്കരുതെന്ന്. അത് വേദപുസ്തകത്തിൽ തന്നെ ഒരു പ്രയോഗമാണ്. പുതിയതായി ഒരുത്തൻ വാൾ അരയ്ക്കോട്ട് കെട്ടുമ്പോൾ ഇപ്പം തട്ടി തകർത്തുകളെയും യുദ്ധത്തിൽ ജയിച്ചുകളെയും എന്നൊന്നും പറയല്ലേ. കാര്യം ചെന്നിടപെടുമ്പോൾ ചിലപ്പം നിന്നേക്കാൾ പരിചയമുള്ള ഒരുത്തനായിരിക്കും വാളുമായി നിനക്കെതിരെ നിൽക്കുന്ന, തലയും കൊണ്ട് തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് വാൾ അഴിച്ചു വെക്കുന്നവനെ പോലെ വാൾ പുതുതായിട്ട് അരയ്ക്കോട്ട് കെട്ടുന്നവൻ അനാവശ്യം പറയരുത്. പരിചയസമ്പന്നരായ ദൈവം ഉപയോഗിച്ചതായ കർത്തൃദാസന്മാരുടെ പുറകെ പോകുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കരയിലുണ്ട്. സ്നാനപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യമായി മുന്നോട്ട് പോകും. യേശു കരയ്ക്കുണ്ട്. കർത്താവിന് മഹത്വം. നമുക്കിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളെ ഇതേ വേദഭാഗങ്ങളിൽ തുടരും. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ ആധികാരിക രംഗങ്ങളിലൂടെ ഇറങ്ങിപ്പോകുവാൻ അടിയങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനേക ശുശ്രൂഷകന്മാർക്കും വേദാധ്യാപകന്മാർക്കും പ്രയോജനമാകുമാറ് തിരുമേനി അവരോട് സംസാരിക്കണമേ. തിരുവചനം അവരുടെ മുമ്പിൽ വ്യക്തമാകട്ടെ. മഹത്വം കർത്താവിന്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.